എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണെന്നല്ലേ, പറശ്ശിനിക്ക്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പറശ്ശിനിക്കാണ് പോയത്. അപ്പോൾ രണ്ടും കൂടി ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് പറശ്ശിനിക്ക് പോയ വീഡിയോ ആണ്. അപ്പോൾ പോകുന്ന വഴിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ്, വെട്ട് കേക്ക്. അപ്പോൾ ഈ പാലം ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പോയ അതിന് കുറച്ച് ദിവസം മുന്നേ ഇത് ഓപ്പൺ ആക്കിയെന്ന് തോന്നുന്നു, എന്തൊക്കെയോ മെയിൻ്റനൻസും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ കാണുന്നതാണ് പറശ്ശിനി മടപ്പുര. അങ്ങനെ നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ മടപ്പുരയ്ക്ക് ഇട്ടു. നല്ല രസമുണ്ടായിരുന്നു ഈ പാലത്തിലൂടെ ഇങ്ങനെ പോകാൻ. നല്ല വ്യൂ ആയിരുന്നു. പിന്നെ അധികം വണ്ടിയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ തന്നെ ഒരു വൈബായിരുന്നു, നല്ല സുഖമായിരുന്നു. ഇപ്പം മടപ്പുരൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പം സമയം എനിക്ക് തോന്നുന്നു 12 മണി ആയിട്ടുണ്ട്. തിരക്കുണ്ടോ എന്ന് വെച്ചാൽ തിരക്കുണ്ട്, പക്ഷെ അങ്ങനെ വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തത് ഈ ഒരു പുഴേൻ്റെ സൈഡിലായിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. നല്ല കാറ്റും നല്ല സുഖമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് പറശ്ശിനിക്ക് വരാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യാദൃശ്ചികമായിട്ട് വന്നതാണ്, പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്. ഞങ്ങളതേ അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഉള്ളിലൊന്നും അങ്ങനെ വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു കുഞ്ഞിൻ്റെ ചോറൂണ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ പ്രസാദം കഴിക്കാൻ ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ പിന്നെ നേരെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. സമയം അങ്ങനെ ആയിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറി, പിന്നെ തൊഴുതു, പ്രാർത്ഥിച്ചു, പുറത്തിറങ്ങി നേരെ ഊട്ടൂരൻ്റെ അവിടേക്ക് പോയി. സ്ത്രീകൾക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, പുരുഷന്മാർക്ക് തിരക്കേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കൂടെ വന്ന ശാരംഗും മനുവാട്ടനും ഞങ്ങൾ ക്യൂ നിൽക്കുന്ന ടൈമിൽ അവർ ഫുഡ് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അധിക സമയം നിൽക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ദേ നല്ല അടിപൊളി മുത്തപ്പൻ്റെ പ്രസാദമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ പുഴേൻ്റെ സ്റ്റെപ്പിൻ്റെ മേലെ കുറച്ച് സമയം അവിടെ പോയിട്ട് അവിടെ ഇരുന്ന സമയമൊക്കെ ഇതാക്കി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബോട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോയി. ബോട്ടിൽ കയറാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തീരുമാനിച്ചതാണ് വാ കയറാൻ പോവാം. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ഇവിടെയാണ് അപ്പോൾ ബോട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. മനോട്ടൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ ബോട്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ബോട്ടിലൊന്നും കയറിയിട്ടില്ല നാട്ടിൽ നിന്ന്. ഞാൻ പണ്ട് ദുബായിൽ പോയപ്പോൾ ഒരു ക്രൂസ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല അടിപൊളി ലുക്കായിരുന്നു. ഉള്ളിലൊന്നും പറയാനുണ്ടായിരുന്നില്ല, സൂപ്പറായിരുന്നു. അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ബോട്ടിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മുടെ ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ അവിടെ പോയി അവിടെ നിന്നു. ജാക്ക് ആൻഡ് റോസിനെ പോലെ നിൽക്കാൻ പോലെ, പിന്നെ ജാക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തു. നട്ടപ്പൊരിനെ വെയിലായിരുന്നു, പക്ഷേ എങ്കിൽ എന്തോ ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കുറേ സമയം ആ വെയിലത്ത് അവിടെ നിന്നു. പിന്നെ ഞാൻ മെല്ലെ അവിടെ പോയിട്ട് സൈഡിൽ അവിടെ സീറ്റിലിരുന്നിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാമെന്ന് വെച്ചു. നല്ല സുഖമുണ്ടായിരുന്നു. എനിക്ക് ഹൗസ് ബോട്ടിലൊക്കെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അത് എന്താണെന്നല്ല, അതിന് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. പിന്നെ ഫുള്ള് പാട്ടൊക്കെ വെച്ച് ചിന്നു ഏതൊരു കൊച്ചിൻ്റെ ഒപ്പം ഡാൻസ് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ ഇങ്ങോട്ട് വന്നിട്ട് ചേച്ചി ഡാൻസ് കളിക്കാൻ വെച്ച് അങ്ങനെ കളിച്ചതാണത്. ഞാൻ പിന്നെ കാറ്റും കൊണ്ട് സൈഡിൽ അവിടെ അങ്ങനെ ഇരുന്ന് നല്ല സുഖമുണ്ടായിരുന്നു. ഇങ്ങനെ ഒഴുകി പോകുന്നൊരു ഫീലായിരുന്നു, നല്ല കാഴ്ചയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതെ, ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു അത്. പല തേങ്ങയോ വീണിട്ടുണ്ടോ നോക്കാൻ വേണ്ടി സൂം ചെയ്തതായിരുന്നു. ഭാഗ്യത്തിന് അവിടെയുള്ള തെങ്ങൊക്കെ ഇങ്ങനെ പുഴയിലേക്ക് ചാടി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് യാത്രയ്ക്ക് ശേഷം ഇവിടെ അടുക്കാനായിട്ടുണ്ട്. ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്.
അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ബോട്ട്, കടവത്ത് ക്രൂസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഈ ഷോപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ഫുള്ള് കളർഫുള്ളായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷോപ്പിൽ കയറി ഒരു കുഞ്ഞ് ഷോപ്പിംഗ് നടത്തി. ഇങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു.